ശ്രീ ജെ നന്ദകുമാർ, അങ്ങ് ആധുനിക നരേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ നരേന്ദ്രൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഗിവ് മീ 100 കമ്മിറ്റഡ് യങ്സ്റ്റേഴ്സ്, 100 അർപ്പണബോധമുള്ള യുവാക്കളെ തരൂ. ഈ രാജ്യത്തിൻ്റെ മുഖഭാവം, മുഖഛായ ഞാൻ മാറ്റി കാണിച്ചു തരാമെന്ന്. അന്നത്തെ നരേന്ദ്രന് ലഭിക്കാതിരുന്ന ആ അർപ്പണബോധമുള്ള 100-ന് പകരം ലക്ഷക്കണക്കിന് അർപ്പണബോധമുള്ള യുവാക്കളെ ഇന്നത്തെ നരേന്ദ്രന് ലഭിച്ചെങ്കിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ പുരോഗതിയുടെ, ഉയർച്ചയുടെ, വളർച്ചയുടെ പ്രതീകമായി ഇന്ന് നിൽക്കുന്നുവെങ്കിൽ ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ? അതല്ലേ ഇന്ന് വിത്തെടുത്ത് കുത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു കുടുംബത്തിലെ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഭാരതത്തിൻ്റെ സാമ്പത്തിക നില, സമ്പദ്ഘടന ഇന്ന് എത്ര ട്രില്യൺ എക്കോണമി ആകണമെന്ന് നാം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ആ ഭാഗ്യം ആധുനിക നരേന്ദ്രനും ഇന്നത്തെ ഭാരതത്തിനും ലഭിച്ചു എന്ന് വ്യാഖ്യാനിക്കാമോ ശ്രീ നന്ദകുമാർ? തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ നയിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രൻ, ആ നരേന്ദ്രൻ പ്രേരണ ഉൾക്കൊണ്ടത്, ചെറുപ്പകാലം മുതലേ പ്രേരണ ഉൾക്കൊണ്ടത് നേരത്തെ പറഞ്ഞ ആ നരേന്ദ്രനെയാണ്. സിംഹവിക്രമിയായിരുന്ന, നരകേസരിയായിരുന്ന, യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്ന വിവേകാനന്ദനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആധുനിക നരേന്ദ്രനായാലും ആധുനിക നരേന്ദ്രന്മാരായാലും രാഷ്ട്ര സേവനത്തിനായി സ്വയം സമർപ്പിച്ച, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് പ്രേരണ കാണുന്നത് സ്വാമി വിവേകാനന്ദൻ എന്ന നരോത്തമനിലായിരുന്നു. ആ യഥാർത്ഥ വാഗ്വൈഖരി ഗർജനം മുഴക്കുന്ന ആധുനിക നരസിംഹം, അതായിരുന്നു സ്വാമി വിവേകാനന്ദനെ പി കുഞ്ഞിരാമൻ നായർ വിവേകാനന്ദ പാറയിൽ എന്ന് പറയുന്ന കവിതയിൽ വിശദീകരിച്ചത്. ആ വർണ്ണനെ അവസാനിക്കുന്നിടത്ത് മഹാകവി പി പറയുന്നത്, ക്ഷണിക്കുവിൻ ആ ധീര യുവാവിനെ നിങ്ങളുടെ ജീവിത സൗധ ശിലാസ്ഥാപനത്തിന് എന്നാണ് പറയുന്നത്. ഓരോ യുവാവും സ്വാമി വിവേകാനന്ദനെ ക്ഷണിക്കുക, ആ ധീര യുവാവിനെ ക്ഷണിക്കുക, വാഗ്വൈഖരി ഗർജനം മുഴക്കുന്ന നരസിംഹത്തെ ക്ഷണിക്കുക നമ്മുടെ ജീവിത സൗധത്തിൻ്റെ ശിലാസ്ഥാപനത്തിന്. അങ്ങനെയുള്ള ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ തയ്യാറെടുത്തു വരികയാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയരാൻ പോകുന്ന 1 ലക്ഷം യുവാക്കളെ, അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് 100 യുവാക്കളെ തരൂ എന്നായിരുന്നു. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിലെ യുവാക്കളോട് പറയുന്നത്, നിങ്ങളിൽ നിന്ന് 1 ലക്ഷം പേരെ എനിക്ക് വേണം. വിദ്യാഭ്യാസ മേഖലയിലായാലും കലയുടെയും സാഹിത്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കൃഷിയുടെയും ഇനി രാഷ്ട്രീയത്തിൻ്റെയും മേഖലയിൽ നേതൃത്വം കൊടുക്കാൻ പോകുന്ന വിവേകാനന്ദ സദൃശന്മാരായ 1 ലക്ഷം ആളുകളെ വേണം. അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് അനേകം പരീക്ഷണങ്ങൾ, പരീക്ഷകൾ, പ്രസന്റേഷനുകളൊക്കെ നടത്തി ഏതാണ്ട് 1 ലക്ഷം പേരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ലക്ഷക്കണക്കിന് ആൾക്കാർ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ ഭാരതം മുന്നോട്ട് പോകുന്നു. ഈ അമൃതകാലത്തിൻ്റെ പുണ്യമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് വിവേകാനന്ദ ജയന്തിയുടെ അന്ന് അമൃതകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഭാരതം അത്തരം ശുഭോദർക്കമായ, ആശാവഹമായ, പ്രതീക്ഷാനിർഭരമായ ഒട്ടനവധി ദൃശ്യങ്ങൾ കാണുകയാണ്. ഇന്ന് ശാസ്ത്രമേഖലയിലുള്ള ഭാരതത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ നിമിഷത്തിന് കാത്തിരിക്കുകയാണ് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അന്നേ പറഞ്ഞിരുന്നു, ഭാരതത്തിൻ്റെ ശാസ്ത്രമേഖല പുരോഗമിക്കണം, വ്യവസായത്തിൻ്റെ മേഖല പുരോഗമിക്കണം എന്ന്. നിക്കോളാസ് ടെസ്ലയൊക്കെ ആയിട്ട് അദ്ദേഹം നടത്തിയ ആ സംഭാഷണങ്ങളിൽ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. അവിടേക്ക് രംഗത്തേക്ക് ഇറങ്ങേണ്ട ഭാരതീയ യുവാക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇന്ന് എല്ലാ മേഖലയിലും സ്ഫടികം ചെയ്ത സ്വച്ഛ മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായ, കരുത്തിനെ ഉള്ളിൽ പേറുന്ന യുവാക്കളുടെ ആവശ്യമുണ്ട് എന്നാണ് ഇന്ന് നമ്മളെ നയിക്കുന്ന നരേന്ദ്രൻ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ മാത്രം ബന്ധപ്പെട്ടവരെ അല്ല അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്, ഭാരതത്തിലെ മുഴുവൻ യുവാക്കളോടും ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു ആശയത്തിൻ്റെ തുടക്കം, പ്രേരണ ലഭിച്ചു തുടങ്ങിയത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദിനം നമുക്ക് സ്വയം നമ്മളെ ഓരോരുത്തരെയും
അർപ്പിക്കേണ്ടതുണ്ട്. ഒരു പുനരർപ്പണത്തിന്റെ ദിനം കൂടിയാണ്. ഓരോരുത്തർക്കും അതിൻ്റെ ചുമതലയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആധ്യാത്മികതയുടെ ആ വലിയൊരു ആണവ ബോംബായി മാറാം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ടായിരുന്നത്. സ്വയം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ്, ഞാൻ ഈ സാധനയെല്ലാം അനുഷ്ഠിച്ച് ആധ്യാത്മികതയുടെ കരുത്താർജിച്ച് ലോകത്തിൻ്റെ മേലെ ഒരു ആധ്യാത്മികതയുടെ ഒരു സ്ഫോടക വസ്തു പോലെ പൊട്ടിച്ചിതറും. അതിൻ്റെ സ്ഫുലിംഗങ്ങൾ, പ്രകാശത്തിൻ്റെ ഊർജരേണുക്കൾ ലോകത്തിൽ മുഴുവൻ പതിക്കും. ലോകത്തെ മുഴുവൻ ആധ്യാത്മികതയിൽ ആപ്ലാവനം ചെയ്യും, മുഴുക്കും ഞാൻ. ഇതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ സങ്കല്പം. അങ്ങനെയുള്ള യുവാക്കളുടെ സൃഷ്ടിയാണ് ആവശ്യം. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഇന്ന് ആ നിലയിലുള്ള ഒരു കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശ്രീ നന്ദകുമാർ, എത്ര നേരം വേണമെങ്കിലും പ്രജ്ഞാപ്രവാഹം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയും. ഒറ്റ ചോദ്യം കൂടി. കാര്യം ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുന്നു. തലസ്ഥാനത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പഥസഞ്ചലനം ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പുഷ്പാർച്ചനയ്ക്ക് ഒരുങ്ങുന്നു. ഒരൊറ്റ ചോദ്യം കൂടി പെട്ടെന്ന്. സ്വയം വെങ്കല പ്രതിമയാകാൻ മോഹിക്കുന്ന ചിലർ തുടങ്ങി ചില നവബുദ്ധിജീവികൾ വരെ സനാതനധർമ്മത്തിന് പുത്തൻ വ്യാഖ്യാനവുമായി വരുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ ദിനത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടിലുള്ള ആ സനാതനധർമ്മം എന്താണ്, സനാതനധർമ്മം എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കാം. ശ്രീ നന്ദകുമാർ. സ്വാമി വിവേകാനന്ദൻ തന്നെ അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്തവണ്ണം അസന്നിഗ്ധമായി അദ്ദേഹം 1893 മുഴുവൻ ലോകത്തോടായിട്ടും പ്രഖ്യാപിച്ചു. അതിതാണ്, മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ പ്രസംഗം, വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സനാതനധർമ്മം എന്നത് ഹിന്ദുധർമ്മം തന്നെയാണ്. ആ ഹിന്ദുധർമ്മം ആധുനിക കാലത്ത് ഭാരതത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പോന്ന ഒന്നാണ് ആ സനാതനധർമ്മം എന്ന് അദ്ദേഹം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഭാരതീയർ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന പൊതുപ്രസംഗമായ ലാഹോർ പ്രസംഗത്തിൽ, ലാഹോറിലെ സിഖ് സമുദായ അംഗങ്ങൾ തിങ്ങിക്കൂടിയ സഭയിൽ അദ്ദേഹം ഗുരുഗോവിന്ദ സിംഹനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് കൊടുത്തിട്ടുള്ളൊരു ചെറിയ തലക്കെട്ട് ദെൻ ആൻഡ് ദെൻ അലോൺ യു ആർ എ ഹിന്ദു എന്നതാണ്. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. തീയുണ്ടകളപ്പോന്ന ആ വാക്കുകൾ അത് പറയുന്നത് ദെൻ ആൻഡ് ദെൻ അലോൺ യു ആർ എ ഹിന്ദു വെൻ ദ വെരി നെയിം സെൻസ് ത്രൂ യു എ ഗാൽവനിക് ഷോക്ക് ഓഫ് സ്ട്രെങ്ത്. ഹിന്ദു എന്ന നാമം കേൾക്കുന്ന മാത്രയിൽ ശിരാപടലങ്ങളിലൂടെ ഒരാലത്തിക ആഘാതം കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ, കരുത്തിൻ്റെ ആലത്തിക ആഘാതം, ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു പോകുന്നെങ്കിൽ മാത്രമേ ദെൻ അലോൺ യു ആർ എ ഹിന്ദു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അശരണരായ ദീനത അനുഭവിക്കുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളെ കാണുമ്പോൾ സ്വസഹോദരങ്ങളാണ് വേദനിക്കുന്നത് എന്ന് തോന്നാനുള്ള വിവേകം നിങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഹിന്ദു ആകുന്നുള്ളൂ. അപ്പോൾ താനൊരു ഹിന്ദുവാണ് എന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തെ ആണെന്നും പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ സനാതന ധർമാനിയായി ആയിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുടെ ബുദ്ധി ഏതൊരു തലത്തിലുള്ളതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നം ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഈ സനാതന ധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെ തകർക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ സനാതന ധർമ്മ സംബന്ധിയായ വിഷയങ്ങളിൽ ആശങ്ക ജനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് സനാതന ധർമ്മത്തെ അവഹേളിച്ച് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് രോഗാവസ്ഥയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇത് ഡെങ്കുവാണ്, ഇത് പ്ലേഗാണ് എന്നൊക്കെ. അത് മനസ്സിൻ്റെ വൈകൃതം ത്തെയാണ് അത് പ്രതിഫലിപ്പിച്ചത് ആ നേതാവിൻ്റെ. ഇപ്പോഴിതാ നമ്മൾ കേൾക്കുകയാണ്, ശ്രീനാരായണ ഗുരുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, സനാതന ധർമ്മം അത് അതിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്ന്. പിന്നെ എന്തായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ? പിന്നെ എന്തായിരുന്നു സ്വാമി വിവേകാനന്ദൻ? പിന്നെ എന്തായിരുന്നു മഹർഷി അരവിന്ദൻ? പിന്നെ എന്തായിരുന്നു ദയാനന്ദ സരസ്വതി? വേറെന്താണ് അവരൊക്കെ നമ്മളോട് പറഞ്ഞത്? ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അവസാന കാലത്തെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായി കണക്കാക്കപ്പെടുന്ന ശ്രീനാരായണ സ്മൃതി എഴുതിയത്.
ആ ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ആധുനികകാല സ്മൃതിയാണ്. യാജ്ഞവൽക്യ സ്മൃതിയുടെ, ദേവല സ്മൃതിയുടെ, മനുസ്മൃതിയുടെ തുടർച്ചയായി ഭാരതത്തിന്റെ ശ്രുതി സ്മൃതി പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് എഴുതിയത്. പക്ഷേ എന്തോ ഈ ഇടതുപക്ഷ കണ്ണടയിലൂടെ നോക്കുന്ന ആൾക്കാർ, പ്രത്യയശാസ്ത്രത്തിന്റെ മഞ്ഞക്കാമല ബാധിച്ച കണ്ണുകളിലൂടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവര് ആ ശ്രീനാരായണ സ്മൃതിയെയോ ശ്രീനാരായണന്റെ സനാതന ധർമ്മ അനുശാസനങ്ങളെയോ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ അദ്ദേഹം അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് സനാതന ധർമ്മം അശ്ലീലമാണെന്ന് പറയാനുള്ള അവിവേകം പോലും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭാരതം, ഭാരതീയർ, കേരളം, കേരളീയർ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഭാരതത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദനിലേക്കും മഹർഷി അരവിന്ദനിലേക്കും ശ്രീനാരായണ ഗുരുദേവനിലേക്കും മഹാത്മാ അയ്യങ്കാളിയിലേക്കും ചട്ടമ്പി സ്വാമി തൃപ്പാദങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു പോകാൻ ഈ വിമർശനങ്ങൾ സഹായിക്കുമെങ്കിൽ ഒരർത്ഥത്തിൽ അവരോട് നന്ദി കൂടി പറയേണ്ട ഒരു സന്ദർഭമാണ്. സ്വാമി വിവേകാനന്ദൻ പ്രതിദാനം ചെയ്തത് തുടക്കം മുതൽ അവസാനം വരെ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പരിശ്രമിച്ചത് ഈ സനാതന ധർമ്മം അഥവാ ഹിന്ദുധർമ്മത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കേവലം ഒരു മതപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ളത് മാത്രമായിരുന്നില്ല, അത് മൊത്തം സമൂഹത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാരതത്തിന്റെ കുതിച്ചു മുന്നേറ്റത്തിന് സഹായകരമായൊരു ദർശനം എന്ന നിലയിലാണ് സ്വാമി വിവേകാനന്ദൻ ആ വസ്തുതകളെല്ലാം പറഞ്ഞത്. അതാണ് വരും കാലത്തേക്കുള്ള നമ്മുടെ നീക്കുവയ്പ്, വരും കാലത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ നിക്ഷേപമാണ് അത്. ആ അനർഘമായ നിക്ഷേപത്തെ, ആ ഖനിയെ, ആ നിധിയെ തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാതെ ഈ കൂട്ടരൊക്കെ പറയുന്നത് പോലെ സനാതന ധർമ്മത്തെ തെറ്റായ വിധത്തിൽ ധരിക്കാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ മധുരമുള്ള ആ കാമ്പ് വലിച്ചെറിഞ്ഞ് തൊലി ചവച്ച് രുചിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാകും. ആ കാമ്പ് എന്താണ്, മധുരമുള്ള ആ കാമ്പ് എന്തെന്ന് തിരിച്ചറിയാൻ സ്വാമി വിവേകാനന്ദനിലേക്ക്, ശ്രീനാരായണ ഗുരുദേവനിലേക്ക്, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനം പോലും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ പ്രാരംഭത്തിന് പോലും കാരണക്കാരനാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് ഞാൻ ഇവിടെ ആനുഷംഗികമായി പരാമർശിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഡോക്ടർ പൽപ്പുവിലൂടെ പൽപ്പു സമീപിച്ചു വിവേകാനന്ദനെ, എന്താണ് എൻ്റെ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന്. അന്ന് സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുനാഥനെ, ഈ ധർമ്മത്തിന്റെ യഥാർത്ഥ വക്താവിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന്. ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് കുമാരനാശാനും വിവേകാനന്ദനെ ആരാധിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് വിവേക എന്ന നാമം സ്വീകരിച്ചുകൊണ്ടുള്ള മാസികയും പ്രസിദ്ധീകരണവും വിവേകോദയവും ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ ആ പ്രസ്ഥാനം തയ്യാറായത്. ഏതായാലും ഈ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാമി വിവേകാനന്ദൻ പ്രതിദാനം ചെയ്ത, ശ്രീനാരായണ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു തന്ന ആ വേദോപനിഷത്ത് ഉക്തിയിൽ അതിനെ അടിത്തറയാക്കിക്കൊണ്ട് വളർന്ന ആ വലിയ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആർത്ഥികമായി, സാമ്പത്തികമായി, ഭൗതികമായി പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടിത്തറയായ ആധ്യാത്മികത കൂടി ഉണ്ടാവണം. സനാതന ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ഭൗതികമായി പുരോഗമിക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ ഭാരതമായി നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതാണ് ഏവരും ഇന്ന് സ്വപ്നം കാണുന്നത്, നമ്മുടെ നേതൃത്വം സ്വപ്നം കാണുന്നത്. ഋഷി മഹീശ്വരന്മാർ നമ്മുടെ മുന്നിൽ തപസ്സുപോലെ വെച്ചുപോയിട്ടുള്ളത് ആ വലിയ നിധി നിക്ഷേപത്തെയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.